ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇസ്റ്റൂൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇടിയപ്പം, അപ്പം, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റ് കോംബോ ആണ്. അപ്പം ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അരിഞ്ഞ് തന്നെ എടുക്കണേ, ചതച്ചെടുക്കണ്ട. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞത്. അപ്പം നമുക്കൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കുക്കറിനകത്ത് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു ഇടത്തരം വലിയ സവാള, ഒത്തിരി നൈസായിട്ടൊന്നും അരിയണ്ട, കാരണം നമ്മളിതിൽ കുക്ക് ചെയ്തെടുക്കണതാണ്. പിന്നെ ഇതിൽ ഹെൽത്തി എന്ന് പറയാം, കാരണം അത്ര വലിയ ഓയിലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, അത് ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ഇടുന്നത്, കാരണം ഇതിൽ വേറെ എരിവിനായിട്ട് വേറെ ഒരു കുരുമുളകോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എരിക്കെടുക്കണം. അതുപോലെ മസാലയിലുള്ള ഇല എടുക്കുന്നുണ്ട്, അതില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പട്ട, പിന്നെ ഗരം മസാലയിൽ കിടക്കുന്ന റവത്തരി പോലെ കിടക്കുന്ന കസ്കസേ, അതുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഈ സ്റ്റൂ. അപ്പോൾ അതൊന്ന് കിട്ടുമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് നെയ്ച്ചോറും ഈ സ്റ്റൂ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൈകൊണ്ട് തന്നെ ഞെരടിയിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് നോർമലി 3-ാം പാലൊക്കെയാണ് ഒഴിക്കുന്നത് ഈ ചിക്കൻ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവും പാൽ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഒത്തിരി സബ്സ്ക്രൈബ് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പോകുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ നല്ല പച്ച തേങ്ങ 1 കപ്പോളം എടുത്തിട്ട് മിക്സി ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ. അതുപോലെ കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ താളിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒട്ടും തരി പാടില്ല, അത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. കാരണം നോർമലി എല്ലാവരും ഈ സ്റ്റൂവിന് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ തേങ്ങ തന്നെയാണ് നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ ഒഴിക്കുന്നത്. നല്ല ഒഴിച്ച പാലെല്ലാം വറ്റി കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ ചിക്കന് ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചത്. അപ്പോൾ എനിക്കത് കറക്റ്റായിരുന്നു കേട്ടോ. നന്നായിട്ട് ചിക്കൻ കുക്കായി വരണം. എനിക്കത് കുക്കായി കിട്ടി ചിക്കൻ. കാരണം ഇനി നമ്മൾ ഇതിനകത്ത് ആ തേങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ചൂടാക്കാനോ മാത്രമേ പാടുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിടുന്ന എന്ത് വെജിറ്റബിൾസ്, അതായത് പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ തേങ്ങയുടെ പേസ്റ്റ് ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ഈ തേങ്ങയുടെ പേസ്റ്റ് ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആ താളിച്ച ആ ഉള്ളിയില്ലേ, അതുകൂടെ ഇട്ട് നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെക്കണം. പെട്ടെന്ന് ഇളക്കാൻ പാടില്ല കേട്ടോ. ഈ താളിപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളത് ഇളക്കി എല്ലായിടവും ആക്കാൻ പാടില്ല, കാരണം ആ താളിപ്പ് ഒഴിച്ച് അനക്കാതെ വെച്ചിട്ട് നമ്മൾ ഈ കുക്കർ അടച്ചങ്ങ് വെക്കണം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരം നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് മാത്രമേ നമ്മൾ അത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ.
കുക്കർ തുറന്ന് ഇളക്കാൻ പാടുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ എന്തോ പുതിയ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഓരോ വീഡിയോസ്, ലോങ് വീഡിയോസിനൊക്കെ ഹൈപ്പ്. അപ്പോൾ കൂട്ടുകാരെ ഹൈപ്പൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് വരാം.